കുശസ്ഥലിയുടെ രാജാവും രേവതന്റെ മകനുമായ കകുത്മിയുടെ മകൾ രേവതി വളരെ സുന്ദരിയും പ്രാവീണ്യമുള്ളവളുമായിരുന്നു. വിവാഹപ്രായത്തിലെത്തിയപ്പോൾ അവൾക്ക് യോഗ്യനായ ഒരു പുരുഷനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ തന്റെ മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെക്കുറിച്ചുള്ള ഉപദേശം തേടാൻ ബ്രഹ്മാവിനെ കാണാൻ അദ്ദേഹം സത്യലോകത്തിലേക്ക് പോയി. ഇരുവരും എത്തിയപ്പോൾ ബ്രഹ്മാവ് സംഗീതം ആസ്വദിക്കുകയായിരുന്നു. അവർ ക്ഷമയോടെ കാത്തുനിന്നു. ബ്രഹ്മാവ് വന്നപ്പോൾ അദ്ദേഹം തന്റെ അപേക്ഷ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിന് മറുപടിയായി ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ സംഗീതം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭൂമിയിൽ അനേകായിരം വർഷങ്ങൾ കടന്നുപോയി. ഈ വാർത്ത കേട്ടപ്പോൾ കകുത്മി രാജാവ് അത്ഭുതസ്തബ്ധനായി. എന്നിരുന്നാലും ബ്രഹ്മാവ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, ശ്രീ മഹാവിഷ്ണു ഇപ്പോൾ കൃഷ്ണന്റെയും ബലരാമന്റെയും രൂപത്തിൽ ഭൂമിയിൽ അവതാരമെടുത്തിട്ടുണ്ട്. രേവതിക്ക് യോഗ്യനായ ഒരു ഭർത്താവായി ബലരാമനെ അദ്ദേഹം ശുപാർശ ചെയ്തു. പിന്നീട് കകുത്മിയും രേവതിയും ഭൂമിയിലേക്ക് മടങ്ങി. കുറച്ചുകാലം മുമ്പ് മാത്രമാണ് അവർ ഭൂമിയെ ഉപേക്ഷിച്ചതെന്ന് കരുതി. സംഭവിച്ച മാറ്റങ്ങളിൽ അവർ ഞെട്ടിപ്പോയി. ഭൂപ്രകൃതിയും പരിസ്ഥിതിയും മാറിയെന്നു മാത്രമല്ല, ഇടയിലുള്ള 27 ചതുർയുഗങ്ങളിൽ മനുഷ്യവർഗം അവരുടെ കാലത്തേക്കാൾ താഴ്ന്ന വികസന നിലവാരത്തിലായിരുന്നു. മനുഷ്യവംശം ആയുസ് കുറഞ്ഞു, ശക്തി കുറഞ്ഞു, ബുദ്ധിശക്തി കുറഞ്ഞു എന്ന് അവർ കണ്ടെത്തിയതായി ഭാഗവത് പുരാണം വിവരിക്കുന്നു. അവരുടെ നഗരമായ കുശസ്ഥലി ഇപ്പോൾ ദ്വാരക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ബലരാമനെ കണ്ടെത്തി വിവാഹം നിർദ്ദേശിച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. തന്റെ വധുവിന് തന്നേക്കാൾ ഉയരമുണ്ടെന്ന് കണ്ടെത്തിയ ബലരാമൻ കലപ്പകൊണ്ട് അവളുടെ തലയിൽ അടിച്ചതായും അത് ആ പ്രായത്തിലുള്ള മനുഷ്യരുടെ ശരാശരി വലുപ്പത്തിലേക്ക് അവളെ കുറച്ചതായും പറയപ്പെടുന്നു.